ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെമ്പാടും ആചരിക്കുകയാണ്. സാധാരണ യോഗ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ്. ഒരിക്കലുമല്ല. ശാരീരികമായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി മാത്രമല്ല, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. യോഗ നിത്യവും പരിശീലിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ഒരു ദിവസം 1 മണിക്കൂർ യോഗാസനങ്ങൾ ചെയ്താൽ നമ്മുടെ ശരീരത്തിനോടൊപ്പം തന്നെ മനസ്സ് ശാന്തമായിട്ട് തീരും. അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ഉന്മേഷമായിരിക്കും. കാരണം മനസ്സിലെ ചിന്തകൾ കുറയ്ക്കാനും മനസ്സിൻ്റെ റിലാക്സേഷനുമൊക്കെ വളരെ അധികം പ്രയോജനപ്പെടുന്ന ഒരു പരിശീലനമാണ് യോഗ. പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ സൂത്രാധാരൻ എന്ന് പറയും. ഇപ്പം ഋഷിമാർ നമുക്ക് തന്നിരിക്കുന്ന സന്ദേശം വെറും ഒരു എക്സസൈസ് വിധത്തിൽ യോഗ ചെയ്യാനല്ല, യോഗ ദിവസവും പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ, ഒരു ധ്യാനാവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ യോഗയിലൂടെ സാധിക്കും. ഓരോ ആസനങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മുടെ ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓരോ ആസനം ചെയ്യുമ്പോഴും നമ്മളെ ചിന്തകൾ ശാന്തമാകുന്നു. ശ്വാസോച്ഛ്വാസത്തിൽ ബോധപൂർവമായ നിയന്ത്രണത്തെ കൊണ്ടുവരാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അതോടൊപ്പം ശരീരത്തിൻ്റെ ആയാസരഹിതമായ ചലനത്തിനും അത് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതാണ് യോഗയുടെ പ്രത്യേകത.